പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആയുർദൈർഘ്യ മനഃശാസ്ത്രം അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഇൻഫാൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ കുട്ടിത്വത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. എന്താണ് കുട്ടിത്വത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെന്ന് നമ്മൾ അല്പനേരം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. നമുക്കറിയാം, ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിലെ ഏറ്റവും ചെറിയ കാലഘട്ടമാണ് കുട്ടിത്വം അഥവാ ഇൻഫാൻസി. അതിനെ ദ ഷോർട്ടസ്റ്റ് പീരീഡ് ഇൻ ഇൻഫാൻസി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇൻഫാൻസിയുടെ സ്വഭാവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് 270 അല്ലെങ്കിൽ 280 അല്ലെങ്കിൽ 9 മാസത്തെ കലണ്ടർ കണക്ക് പ്രകാരമുള്ള കാലഘട്ടം കഴിഞ്ഞിട്ട് കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദിനമാണ് ഇൻഫാൻസി പീരീഡിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഷോർട്ടസ്റ്റ് പീരീഡാണ്. അതായത് ജനിച്ച അന്ന് മുതൽ ഫ്രം ബർത്ത് ടു 2 വർഷം വരെ അല്ലെങ്കിൽ 2 ഇയേഴ്സ്. അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അവൻ്റെ വാർദ്ധക്യം തുടങ്ങുന്ന 65-ാം വയസ്സ് മുതൽ അല്ലെങ്കിൽ 60-ാം വയസ്സ് മുതൽ മേലോട്ടാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻഫാൻസി പീരീഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് 2 വർഷമായിട്ട് ചുരുങ്ങുന്നു, കുറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കുക. കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുന്ന സമയം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, അമ്മയുടെ ഉദരം എന്നുള്ളത് ദ പെർഫെക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സ്ഥലമാണ്. സമൃദ്ധാഹാരത്തിൻ്റെ കാര്യത്തിലായാലും ചൂടും തണുപ്പും നിറഞ്ഞ ഒരു കാലാവസ്ഥയായാലും, അതായത് പെർഫെക്റ്റ്, ചൂടുമില്ല തണുപ്പുമില്ല, വളരെയധികം സമൃദ്ധാഹാരങ്ങളാൽ നിറഞ്ഞ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് കുട്ടി അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുക അല്ലെങ്കിൽ ആയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് അമ്മ പോഷകാഹാരങ്ങളൊക്കെ ധാരാളം കഴിക്കുന്ന ഒരു അമ്മയായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞത്, ഇനിയും പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രത്യേകത. അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ കുട്ടി അനുഭവിച്ച ആ പെർഫെക്റ്റ്നെസ്, പൂർണ്ണത, അത് ടെമ്പറേച്ചറിൻ്റെ കാര്യമായാലും അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും അതിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാലഘട്ടമാണ് ഇൻഫാൻസി പീരീഡ്. അതുകൊണ്ട് തന്നെ ഇതിന് സവിശേഷതകൾ ഒത്തിരിയാണ്. കുട്ടിക്ക് ആദ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ടെമ്പറേച്ചറുമായിട്ടാണ്. നമുക്കറിയാം, പ്രസവം നടക്കുന്ന ആ സ്ഥലം അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുമ്പോൾ കുട്ടിക്ക് ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ കുട്ടി നേരിട്ട് വരുന്നത് തന്നെ വളരെയധികം വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് കുട്ടി അലമുറിയിട്ട് കരയുന്നത്. നമ്മൾ ഈ കുട്ടിയുടെ കരച്ചിലിനൊക്കെ സൈക്കോളജി പറയുന്ന കാരണം, കുട്ടിക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം ആ സ്ഥലവുമായിട്ട്, ആ പ്രകൃതിയുമായിട്ട്, ആ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇതിന് ഏകദേശം 2 ആഴ്ച എടുക്കും. ഒരുപക്ഷെ പ്രസവം നടക്കുന്ന ആ ലേബർ റൂം നമുക്കറിയാം ഒത്തിരി പെർഫെക്റ്റൊക്കെ ആയിരിക്കും, അണുബാധയൊക്കെ ഇല്ലാതെ ഇപ്പോൾ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ. വളരെ ക്രമകരമായിട്ട് ക്രമവൽക്കരിച്ച ഒരു സമയമാണ് ലേബർ റൂം. അവിടെ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ, ഇപ്പോൾ പൈസ ഉള്ളവർ, സമ്പത്തൊക്കെ ഉള്ളവരാണെങ്കിൽ AC മുറിയൊക്കെ എടുക്കും. അല്ലെങ്കിൽ സാധാരണ ഒരു വാർഡിലേക്ക് വരുമ്പോൾ
ഈ കുട്ടി അനുഭവിക്കുന്ന ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അതുപോലെ ആളുകളുടെയൊക്കെ ബഹളം, ഈ ഒരു അവസ്ഥയിലേക്കാണ് കുട്ടി കടന്നു വരുന്നത്. ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ച സമയം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു സമയമാണ്, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം, കുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കുട്ടി ബ്രീത്ത് ചെയ്യുന്നത്, കുട്ടി ശ്വസിക്കുന്നത് അമ്മയുടെ ആ ഉദരത്തിലെ ക്രമീകരണങ്ങൾ അനുസരിച്ചാണ്. കുട്ടി ജനിച്ച് പുറത്തേക്ക് വീഴുമ്പോൾ അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ബന്ധം പൊക്കിൽ കൂടി വേർപ്പെടുത്തി കഴിയുമ്പോൾ ആ നിമിഷം മുതൽ കുട്ടി ശ്വസിക്കേണ്ടത് സ്വയമായിട്ടാണ്. നമുക്കറിയാം, കുട്ടി ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങി അമ്മ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് സവിശേഷതകൾ. അപ്പോൾ കുട്ടി അത്രയും നാൾ ഒന്നും അറിയാതെ അമ്മയിൽ നിന്നും ഭക്ഷണം സ്വീകരിച്ച് സുഖമായിട്ടിരുന്ന കുട്ടി അമ്മയിൽ നിന്നും മുലപ്പാൽ സ്വയം കുടിക്കേണ്ട അവസ്ഥ. അപ്പോൾ സ്വളയിങ് എന്നാണ് പറയുന്നത്. അതിനെ വിഴുങ്ങുകയൊക്കെ എന്നാണ് ഇംഗ്ലീഷ് വാക്കുപയോഗിച്ചിരിക്കുന്നത്. ആ കുട്ടി അമ്മയിൽ നിന്നും മുലപ്പാൽ കഴിക്കേണ്ട അവസ്ഥ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം, കുട്ടിക്ക് അത്രയും നാൾ കുട്ടിക്ക് വിസർജനത്തിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. ശ്വസിക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഊർജം എടുത്തതിന് ശേഷം നിർമ്മാർജ്ജനം ചെയ്യുകയില്ലേ, വിസർജിക്കില്ലേ, അതും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതെല്ലാം കുട്ടി ഓരോ ദിവസവും ജനിച്ച് ആ നിമിഷം മുതൽ കുട്ടി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 ആഴ്ചക്കാലം ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കുട്ടി അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അമ്മ സഹായിക്കുന്നു, പപ്പ സഹായിക്കുന്നു, വീട്ടിലുള്ള മറ്റുള്ളവർ സഹായിക്കുന്നു. അപ്പം ലേബർ റൂമിൽ നിന്ന് കുട്ടി വാർഡിലേക്ക് വരുമ്പോൾ മറ്റൊരു കാലാവസ്ഥയാണ്, മറ്റൊരു ടെമ്പറേച്ചറാണ്. ഇനി ചിലപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. കുറച്ച് ലേബർ റൂമിൽ ഒരു കാലാവസ്ഥയായിരുന്നു, വാർഡിൽ ഇനിയിപ്പോൾ AC മുറി അല്ലെങ്കിൽ വാർഡിൽ ഒരു കാലാവസ്ഥയായിരുന്നു. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു കാലാവസ്ഥയാണ്. ഇതെല്ലാം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇതെല്ലാം കുട്ടി പതിയെ അഡ്ജസ്റ്റ് ചെയ്യണം. ചില കുട്ടികളൊക്കെ പെട്ടെന്ന് സാഹചര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് ഈ ആദ്യ ദിവസങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളെ സ്വഭാവ സവിശേഷതകളുടെ ദിനങ്ങളായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇനി മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്, ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കുട്ടിയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് പ്രവചിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ഓഫ് പ്രെഡിക്ഷൻ എന്ന് പറയും. അതായത് കുട്ടിയുടെ സ്വഭാവ രീതികളൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൻ്റെ വീട്ടാണ്, അമ്മയുടെ പോലെയാണ്, അല്ലല്ല ചാച്ചൻ്റെ പോലെയാണ്, അല്ലെങ്കിൽ അമ്മാമ്മയുടെ പോലെയാണെന്നൊക്കെ പറയില്ലേ. കുട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളും മുഖഭാവവും അത് കുട്ടിയുടെ നോട്ടത്തിൻ്റെ, ഭാവത്തിൻ്റെ, പ്രകടനത്തിൻ്റെ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് കുട്ടിയെ പ്രവചിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് സവിശേഷതകളുടെ ആകെത്തുകയായിട്ടാണ് കുട്ടിയുടെ ആദ്യ ദിവസങ്ങളെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ കുട്ടി 9 മാസം അല്ലെങ്കിൽ 270 അല്ലെങ്കിൽ 280 ദിവസം കഴിയുമ്പോൾ അമ്മയുടെ ഉദരത്തിലെ സുഖവാസ കാലഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കാലഘട്ടമാണ്. ഇതിനെ വളരെ ചുരുങ്ങിയ കാലഘട്ടം, ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം, അതായത് ജനന സമയം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഇതിൻ്റെ ഏറ്റവും സവിശേഷത എന്നാൽ കുട്ടി ലോകത്തിലേക്ക് ആഗതനായി അല്ലെങ്കിൽ ആഗതയായി എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുട്ടി നടത്താൻ പോകുന്ന പരിശ്രമങ്ങളാണ്. കുട്ടി സ്വയം ശ്വസിക്കാൻ തുടങ്ങുന്നു, കുട്ടി സ്വയം ഭക്ഷിക്കാൻ തുടങ്ങുന്നു അമ്മയുടെ മുലപ്പാൽ, കുട്ടി സ്വയം ശരീരത്തിൽ വിസർജനമായിട്ട്, അതായത് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുള്ള ഊർജ്ജസ്വാംശീകരണം കഴിഞ്ഞ് വിസർജിക്കുന്ന എലിമിനേഷൻ, അതും കുട്ടി തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ അതിപ്രധാനമാണ്. ശ്വസിക്കണം, ഭക്ഷണം കഴിക്കണം, അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉദരത്തിൽ നിന്ന് വിസർജനം ചെയ്യപ്പെടണം. പിന്നെ വലിയൊരു കാര്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. കുട്ടി ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ജീവിച്ചിട്ട് അവിടെ നിന്ന് കുട്ടി ലേബർ മുറിയിൽ ആദ്യമാണ് കടന്നു വരുന്നു.
അത് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് കടന്നു വരുന്നു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 2 ആഴ്ച കാലം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതും ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊക്കെ ഈ ആധുനിക മനഃശാസ്ത്രത്തിലെ പ്രത്യേകിച്ച് കുട്ടികളുടെ മനഃശാസ്ത്രജ്ഞന്മാരായ മെലാന ക്ലൈൻ, അതുപോലെ എറിക് എറിക്സൺ പറയുന്നത് പ്രകാരമായിട്ടാണ്. കുട്ടി, നമ്മൾ വിചാരിക്കും കുട്ടിയെ നമ്മൾ കളിപ്പിക്കാൻ ചെല്ലുമ്പോൾ കുട്ടി സന്തോഷിക്കുകയാണെന്ന്. മറിച്ച് കൊച്ചു കണ്ണുകളിലൂടെ കാണുന്നത് ചുറ്റും ഒരു 3-4 പേരൊന്ന് കുട്ടിയെ കൈയടിച്ച് ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് പറയുന്നത്. കുട്ടി ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ കുട്ടി അത് കണ്ടിട്ടും ഉറക്കെ കരയാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയും. ഇങ്ങനെ പൊതുവെ ആദ്യ കാലഘട്ടങ്ങളെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാലഘട്ടങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുട്ടി ജനിക്കുന്ന കാലഘട്ടം നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം, ബോധവതിയായിരിക്കണം എന്നുള്ളതാണ്. കുട്ടി ജനിച്ചു വീഴുന്ന ആ ടെമ്പറേച്ചർ, പിന്നെ കുട്ടി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്വസിക്കണം, ഭക്ഷണം കഴിക്കണം, വിസർജനങ്ങൾ പുറത്തേക്ക് തള്ളിക്കളയണം, പിന്നെ സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത്രയധികം പ്രത്യേകതകൾ ഈ കുട്ടിയുടെ കുട്ടിത്വത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടിയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ബോധമുള്ളവരായിട്ട് തീരുവാനുള്ള ആ ഒരു ശ്രമമാണ് അച്ഛൻ്റെ പഠനങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇപ്പം നമ്മൾ കുട്ടിയെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ 9 മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. അവിടെ നിന്ന് ജനന സമയം ആദ്യത്തെ 2 ആഴ്ച, ആദ്യത്തെ 2 വയസ്സ് പ്രായം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാതാവിൻ്റെയും ഓരോ പിതാവിൻ്റെയും ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മറ്റെല്ലാവരുടെയും കാര്യത്തോളം ഒരുപാട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധ നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അച്ഛൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീർന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും സന്ദർശിക്കുന്നതുവരെ, വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നതുവരെ, ഹിയർ ഫാദർ തോമസ് കൊടിയൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.